ല്ലോ അതുകൊണ്ടാരും പൊട്ടിച്ചോണ്ട് പോകുന്നും പറയില്ലല്ലോ. അതവിടെ കിടക്കട്ടെ. എടോ പ്രൊഫസറേ, തന്റെ അമ്മയ്ക്ക് വീണ്ടും കീർക്കളയ ലക്ഷണമാണല്ലോ. അതോ നിനക്കോ? ഏയ്, ഇത് വെറുതെ മുത്തശ്ശിയുടെ ഒരു മോഹം, അറിയാലോ. എന്തായാലും അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. അതവിടെ കിടന്നോട്ടെ. ഇനിയിപ്പൊ അച്ഛൻ അതും ഇതും പറഞ്ഞൊന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ നന്നായിരിക്കുന്നു എന്നാ. ചേടാ, ഇത് കൊള്ളാമല്ലോ. വെറും കഴുത്തുമായിട്ട് പെമ്പിള്ളേര് നടക്കുന്ന കാണുമ്പോ ഒരുമാതിരി നടക്കും പോലെ തോന്നും. ഇതിപ്പോ അവിടെ കിടന്നോട്ടെ. കിടന്നോട്ടെ? ആരാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? അയ്യ, പെട്ടെന്ന് ചാടിക്കേറി ഒരുങ്ങുന്ന കാണുമ്പോ എന്താടി റൊമാൻസ് വല്ലതും തുടങ്ങിയോ? ഇപ്പോ ഈ പരീക്ഷ എടുത്ത് നേരത്തോ? സ്കോപ്പില്ല. പരീക്ഷ നോക്കിയിട്ടാന്നോടി കഴുതേ മനസ്സ് തോന്നിയാസം കാണിക്കുന്നത്. മതി മതി, അച്ഛനും മോളും കൂടെ കിന്നാരം. വല്ലതും പഠിക്കാനുള്ള നേരത്താ. ഇനിയിപ്പൊ ആകെ ഒരു മാസമേ ഉള്ളൂ. ഈ കുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആണോ? തോന്നിയാസം കാണിക്കാൻ തോന്നുമ്പോ പരീക്ഷയാണോ എന്നൊക്കെ നോക്കുന്ന എങ്ങനെയാ? പേടിച്ചില്ലല്ലോ? പേടിച്ചോ? ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച, ഈ ഒരു ദിവസം പേടിക്കരുത്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും പേടിക്കാതിരുന്നോളോ? അത് ഭാമയുടെ ഇഷ്ടം. എന്റെ പേര് അറിയാം. പേടിക്കില്ലല്ലോ? ഇല്ല. ഇനി മുതൽ ഒരു വെള്ളിയാഴ്ചയും ഇപ്പോഴും എന്തിനാ മറിഞ്ഞു നിൽക്കുന്നത്? പേടിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം ഞാൻ
ഗന്ധർവൻ. എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ പറയുന്നത് എനിക്ക് കേൾക്കണം. അതിനിങ്ങനെയാണോ? ആളെ കാണാതെ എങ്ങനെയാ? ഇങ്ങനെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഭയങ്കര സ്റ്റൈലിലാണല്ലോ. ആ, എന്തിനാ ഇപ്പൊ കുറയ്ക്കുന്നേ? അയ്യോ, സാരമില്ല, വന്നോട്ടെ. വന്നാ കാണില്ലേ? ഇല്ല. അയ്യോ വേണ്ട, അവള് കാണും. ഇല്ലെന്നേ. അയ്യോ, എന്നാ പൊക്കോളാം. ഇനി ഞാന് വെള്ളിയാഴ്ചക്ക് വേണ്ടി കാക്കയില്ല. വേണ്ട, എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. വരണം. ബാമേച്ചി, എന്താ ഇവിടെ കയറി ഒളിച്ചു നിൽക്കുന്നേ? അവിടുത്തെ മുത്തശ്ശി തിരക്കുന്നു. എന്തിനാ ഇപ്പോ? അതൊന്നും എനിക്കറിയില്ല, വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ആ, ഞാൻ വന്നോളാം. എന്താ മണം അല്ലേ ചേച്ചി? പാല് പൂത്തതിന്റെ ആയിരിക്കും. ആ, ഇതെവിടെയായിരുന്നു എന്റെ കുട്ടി? നീ അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. ദേ, ഇവിടെ ഒരാള് നിന്നെ കാണാനായിട്ട് എത്ര നാഴിക മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടാ വന്നിരിക്കണേന്ന് അറിയോ നിനക്ക്? ഓ, അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. ഏറിയാൽ ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. അത്രയല്ലേ ഉള്ളൂ? അത്രേ കാണും. അതാ ഇപ്പൊ ഇത്ര വലിയ ദൂരം. മുത്തശ്ശി, പണ്ടത്തെ നാഴികയല്ല ഇപ്പോഴത്തെ കിലോമീറ്റർ. അതറിയില്ലേ? ഇല്ല ഇല്ല, എല്ലാം അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. ദൂരത്തിന്റെ അല്ല, അതും എന്റെ സ്പീഡിന് ഒന്നും ഒരു ദൂരമല്ല. പണി ഒഴിഞ്ഞിട്ട് നേരം കിട്ടണ്ടേ? അതാ ഞാൻ ചോദിക്കണേ, എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ ഇത്രയ്ക്ക് കിടന്ന് അധ്വാനിക്കണേ? ചോദിക്കണേ അങ്ങട്. എന്ന് ചോദിച്ചാ മുത്തശ്ശി ജീവിക്കണ്ടേ? പിന്നെ വേണം വേണം. അച്ഛക്കും മക്കൾക്ക് അന്വേഷിച്ചു കൊടുക്കണായിരിക്കും. നിനക്കൊരുത്തിന് അല്ലലില്ലാതെ കഴിയാനുള്ള വകയും സ്വത്തൊക്കെ നിന്റെ അച്ഛന് ഞാൻ കൊടുത്തിട്ടുണ്ടോ? അതറിയില്ലേ? പോയി നിന്റെ തന്തയോട് ചോദിക്കും. കൊടുത്തില്ലാന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇവളുടെ അമ്മയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ അവനാ കൊടുത്തത്. പഠിപ്പ് കുറവാണെന്നും പറഞ്ഞു. അയ്യോ മുത്തശ്ശി കൊടുത്തതെല്ലാം അവിടെയുണ്ട്. ഒന്നും ആരും കളഞ്ഞു കുളിച്ചിട്ടില്ല. പിന്നെന്താ, അതുപോരെ? പോരേന്ന് ചോദിച്ചാ ഇനിയുള്ള കാലത്ത് കൃഷി കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ
ബിസിനസ് കൊണ്ടേ കാര്യമുള്ളൂ. ഓ കഷ്ടപ്പെട്ടാലേ കാശുണ്ടാക്കാനൊക്കൂ. ആ അത് നേര്. ഓ നീയും കൂടെ കൂട്ടുനിന്നു. ഇതാ ഇത് തന്നെ ഇപ്പൊ കഴിഞ്ഞ 3-4 മാസം ഒരുപോലെ കണ്ണടയ്ക്കാതെ ഓടി നടന്ന് സാധിച്ചതാ. ഇതെന്താടാ മോനിത്? ഇത് മുത്തശ്ശി പുതിയൊരു ഡ്രൈ ക്ലീനിങ് ഷോപ്പും വീഡിയോ കാസറ്റ് ലൈബ്രറിയും ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് ബാറും പിന്നെ കുറെ ലൊട്ടിലൊടുക്ക് പരിപാടികളും ഒക്കെ ആയിട്ട് ടൗണിന്റെ നടുക്ക് ആ ശിവന്റെ അമ്പലത്തിനടുത്ത് ഒരു മിനി മാർക്കറ്റിംഗ് കോംപ്ലക്സ്. എല്ലാം കൂടെ ഒറ്റ കെട്ടിടത്തില്. 17-ാം തീയതി ഉദ്ഘാടനം. എങ്ങനുണ്ട്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു മിനി ഹെയർ കട്ടിംഗ് സലൂണും കൂടെ ആവാമായിരുന്നു. എന്റെ കുഞ്ഞൊരു ഐശ്വര്യമുള്ള കാര്യം എന്ന് പറയുമ്പോ ഓട്ട് മുത്തശ്ശി, അവക്ക് എന്റെ അടുത്തല്ലേ ഇങ്ങനെല്ലാം പറയാനൊക്കെ ഉള്ളൂ. എന്നാലും നാളെ ഒരിക്കൽ കഴുത്തിൽ താലി വെക്കേണ്ട പുരുഷന്റെ അടുത്ത് തുടങ്ങി. അതെ, പഠിക്കുന്നിടത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് ആളെ വട്ടുകയറ്റാൻ തുടങ്ങിയാലുണ്ടല്ലോ. പരീക്ഷ വന്ന് മൂത്ത് നിൽക്കുന്ന നേരത്താ കഴുത്തെ താലി